ശബരിമലയിൽ ഇന്ന് രാവിലെ 9 മണി വരെ ദർശനത്തിനായി എത്തിയത് 37,091 പേർ. ഇന്നലെ രേഖകൾ പ്രകാരം ദർശനം നടത്തിയത് 98,950 പേരാണ്. നട തുറന്ന ദിവസം ബുക്കിംഗ് നൽകിയത് 30,000 പേർക്ക്. ദർശനം നടത്തിയത് 59,000 പേർ. ബിനിൽ നൽകും വിവരങ്ങൾ. ബിനിൽ, ഈ പറഞ്ഞ കണക്കുകൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ ശബരിമലയിലെ സാഹചര്യങ്ങൾ പോവുകയും നിയന്ത്രണം അനിവാര്യമാവുകയും വരികയാണ്. സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നു. ഇനി ശബരിമല ദേവസ്വം ബെഞ്ചൊക്കെ ഈ തിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി കാണേണ്ടി വരുമല്ലോ. എന്തൊക്കെയാണ് പിന്നിൽ കണക്കുകൾ പറയുന്നത്? പ്രതീക്ഷ, ഹൈക്കോടതിക്ക് കൂടി ഇടപെടേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം ശബരിമലയിൽ സുഗമമായ അയ്യപ്പ ദർശനം ഉറപ്പാക്കുക, അക്കാര്യത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക എന്നത് ദേവസ്വം ബെഞ്ചിന്റെ ഒരു കടമ കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ ദേവസ്വം ബെഞ്ചിന്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്പോട്ട് ബുക്കിംഗ് 20,000 എന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഹൈക്കോടതിയിൽ അടക്കം അത് നേരത്തെ അറിയിച്ചതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഈ സ്പോട്ട് ബുക്കിംഗ് വന്നു എന്നത് ഒരു പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ അത് കയ്യിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ വീണ്ടും അത് 20,000-അപ്പുറത്ത് നൽകില്ല എന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ശബരിമലയിൽ ഉണ്ട് എന്നത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കണക്കുകൾ തന്നെ പരിശോധിച്ചാൽ രാവിലെ 9 മണിവരെ 28,000 രാവിലെ 9 മണിവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ 37,091 പേർ എത്തിക്കഴിഞ്ഞു. അതായത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു സമയത്തെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 60,000-അടുത്ത് അയ്യപ്പന്മാർ ശബരിമല സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ഇന്നലത്തേക്കാൾ കൂടുതൽ അയ്യപ്പന്മാർ ഇന്ന് ശബരിമലയിൽ എത്തി എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കണക്കുകൾ നമ്മളെ കാണിക്കുന്നത്. എന്തായാലും ഇന്നലെ 98,500 പേർ ഔദ്യോഗികമായി, അതായത് രേഖകൾ പ്രകാരം അവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതല്ലാതെയും മറ്റു ചിലർ അവിടെ എത്തിയിട്ടുണ്ടാകാം. അതിനുള്ള സാധ്യതകളുണ്ട്. കാനനവാതികളൊക്കെ വഴി വരുന്ന അയ്യപ്പന്മാരുടെ കണക്കുകൾ പലപ്പോഴും കൃത്യമായി കിട്ടാറുമില്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യ ദിവസം മുതൽ, അതായത് നട തുറന്ന ദിവസം മുതൽ 16-ാം തീയതി മുതൽ വലിയ രീതിയിലുള്ള ഭക്തജനത്തിരക്കാണ് ശബരിമലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് സ്പോട്ട് ബുക്കിങ്ങുകൾ ക്രമീകരിക്കാൻ കഴിയാതെ പോയത് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിക്ക് ഒരു കാരണമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ആദ്യത്തെ ദിവസം 30,000 പേർക്കാണ് ബുക്കിംഗ് അനുവദിച്ചത്. പക്ഷേ 59,000 പേർ എത്തിയെന്നാണ് രേഖകളുള്ളത്. ഒരു വശത്ത് ഈ ബുക്കിംഗ് നടക്കുന്നു, അതോടൊപ്പം തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് കൂടുതലായി നൽകുന്നു എന്നതൊരു പ്രശ്നമാണ്. ഇത് ഈ വർഷമുള്ളതല്ല, ഇതിനു മുൻപുള്ള വർഷങ്ങളിലും ഇതേ പ്രശ്നങ്ങൾ ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ സ്പോട്ട് ബുക്കിങ്ങിനുള്ള കേന്ദ്രങ്ങൾ പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്ക് എത്തിക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്പം മുമ്പ് പറഞ്ഞത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ എല്ലാവരും പമ്പയിലേക്ക് എത്തുന്നു. പമ്പയിൽ എത്തുമ്പോൾ മാത്രമാണ് ബുക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന ഒരു കാര്യം പരിശോധിക്കപ്പെടുന്നത്. പമ്പയിൽ വെച്ച് ബുക്കിംഗ് ഇല്ലാത്ത ഒരു അയ്യപ്പന് അവിടെ വെച്ച് സ്പോട്ട് ബുക്കിംഗ് നടത്താൻ കാര്യമാണ്. പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, അതായത് ഈ ക്രൗഡ് മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ശബരിമലയുടെ സാഹചര്യത്തിൽ, ശബരിമല ഒരു കാനന ക്ഷേത്രമാണ്. അവിടെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോകാത്ത ഒരു സാഹചര്യം വരുമ്പോൾ എവിടെയാണ് ഒരു സ്പോട്ടായി മാറേണ്ടത്? അത് നിലയ്ക്കലാണ്. നിലയ്ക്കലിലെ ആളുകളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ സ്പോട്ട് ബുക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. അവിടെ കൗണ്ടറുകൾ തുറക്കണം. അല്ലാതെ ഈ ശബരിമല ഈ പമ്പയിലേക്ക് ആളുകൾ എത്തുമ്പോൾ വരുന്ന ആളുകളെ നമുക്ക് പറയാൻ കഴിയില്ല. അവർക്ക് തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ചിലപ്പോൾ ഒരു പരിമിതമായ ഒരു അവസ്ഥയൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോൾ പിന്നീട് അവർക്ക് മല കയറേണ്ട ഒരു സാഹചര്യം വരികയാണ്. നിലയ്ക്കലാണെങ്കിൽ അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു അവസ്ഥ എന്തുകൊണ്ട് വന്നു? 20,000-ന് അപ്പുറത്തേക്ക് സ്പോട്ട് ബുക്കിംഗ് പോയി എന്നടക്കം ഇനി പരിശോധിക്കേണ്ടി വരും. എന്താണ് ഏറ്റവും പുതുതായി നടപ്പാക്കാൻ പോകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ? കാരണം ADGP പറഞ്ഞുവല്ലോ, നമ്മൾ ആ ബൈറ്റിൽ തന്നെ കണ്ടു, സർ 20,000 ആക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവശ്യപ്പെടുകയാണ്. എങ്ങനെ കാര്യങ്ങൾ സുഗമമാകുമെന്നാണ് തോന്നുന്നത് പ്രശാന്തിന്? പ്രജീഷ്, അത് നിലയ്ക്കൽ, അതായത് ശബരിമലയിലെ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണം കുറയ്ക്കണമെങ്കിൽ ഒരിടത്തും തിരക്ക് ഒരു അനിയന്ത്രിതമാകുന്ന രീതിയിൽ തിരക്കുണ്ടാകാൻ പാടില്ല എന്നതാണ്. അതായത് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഈ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വരുന്നവർ നിലയ്ക്കലിൽ ഇറങ്ങി അവിടെ നിന്ന് നേരെ പമ്പയിലേക്കും സന്നിധാനത്തേക്കും വരും. പക്ഷേ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാതെ വരുന്നവർ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ഈ സ്ഥലങ്ങളിൽ ചില തിരക്ക് കൂട്ടും എന്നുള്ളത് തന്നെയാണ്. അതായത് ആവശ്യത്തിന്, അല്ലെങ്കിൽ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് കണക്കാക്കിയുള്ള സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നില്ല ദേവസ്വം ബോർഡ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നിലവിൽ 5 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളാണ് ഉള്ളത്. അത് പമ്പ, നിലയ്ക്കൽ, എരുമേലി, വണ്ടിപ്പെരിയാർ, ചെങ്ങന്നൂർ. നിലയ്ക്കലിൽ ഒരു കേന്ദ്രമാണുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് ഈ തിരക്ക് അനിയന്ത്രിതമായ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്
നിലയ്ക്കലിൽ മാത്രം 7 സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങാനാണ്. അതായത് നിലയ്ക്കലിൽ കഴിഞ്ഞ ദിവസമെല്ലാം അവിടെ ദർശനത്തിന് പോയവർ, ശബരിമല ദർശനത്തിന് പോയവർ നിലയ്ക്കലിൽ വലിയ തിരക്ക്, ഈ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രത്തിൽ വലിയ തിരക്ക് കാണപ്പെട്ടതായി പറയുകയും ചെയ്തു. അതിന് കാരണം ഒന്ന്, 20,000 പേരായി ഒരു ദിവസം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നതിന് പരിധി നിശ്ചയിച്ചു 70,000 പേർ എന്നത്. പക്ഷേ വെർച്വൽ ക്യൂവിൽ ബുക്കിംഗ് സ്ലോട്ട് കിട്ടാത്തവർക്ക് 20,000 പേർക്ക് സ്പോട്ട് ബുക്കിങ്ങിനുള്ള അവസരം നൽകി. പക്ഷേ 20,000 ദേവസ്വം ബോർഡ് ഒരു നിർബന്ധം പിടിച്ചിരുന്നില്ല. 20,000 പേർ എന്ന് പറയുമ്പോഴും 37,000 പേർ വരെ സ്പോട്ട് ബുക്കിംഗ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ വരുമ്പോൾ ഈ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ പാളിയത് ഇതുകൊണ്ടാണ്. സാധാരണഗതിയിൽ 70,000 പേർ ബുക്ക് ചെയ്താൽ മുൻ വർഷങ്ങളിലെല്ലാം ഒരു 55,000 പേരൊക്കെയാണ് വന്ന് ദർശനത്തിന് എത്തിക്കൊണ്ടത്. പക്ഷേ ഇത്തവണ വലിയ വിവാദങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായെങ്കിലും ഈ ഇതര സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ അയ്യപ്പ ചൈതന്യം വർദ്ധിച്ചു. ശബരിമലയിൽ എന്ന തരത്തിലുള്ള വലിയ, മാത്രമല്ല ശബരിമലയെ കുറിച്ച് വ്യാപകമായുള്ള ഒരു പ്രചരണം അവിടെ നൽകിയത്. നേരത്തെ ബിന്നിലും ഈ കണക്കുകൾ പ്രകാരം കാര്യക്ഷമമായി സ്വീകരിക്കേണ്ട നടപടികൾ അത് സംബന്ധിച്ച് സ്പോട്ട് ബുക്കിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 20,000 കടന്നും എന്തുകൊണ്ട് സ്പോട്ട് ബുക്കിംഗ് പോയി എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. എന്തായാലും നാളെ മുതൽ ആ സ്പോട്ട് ബുക്കിംഗ് 20,000 മാറ്റുക മാത്രമല്ല, ഇതിനുവേണ്ടി നിലയ്ക്കലിൽ കൂടുതൽ കൗണ്ടറുകളൊക്കെ തുറന്ന് നിലയ്ക്കലിൽ സംവിധാനം കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ശബരിമലയിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. ഭക്തരും സഹകരിക്കുക.